കാസർഗോഡ് മണ്ഡലം ഒരു പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ സാധാരണഗതി ആ മണ്ഡലം LDFന് അനുകൂലമായ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു പോയതാണ്. ഈ പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ണിത്താൻ ചേട്ടൻ ജയിച്ചതാണ്. പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ അവിടെ ഒന്ന് ശബരിമല വിഷയത്തിന് ഇമ്പാക്ട് ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. അതിലുപരി അവിടെ ലോക്കൽ വിഷയം ഉണ്ടായിരുന്നു. രണ്ട് യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാർ പ്രത്യേക ഒരു കാരണമില്ലാതെ CPM വെട്ടിക്കൊന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ആ വിഷയത്തിൽ അവിടെ ആ സ്ത്രീകളുടെയൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലേ, ഈ ന്യൂ മീഡിയ വന്നതോടുകൂടി എന്ത് കാണണമെന്ന് മുമ്പ് പുരുഷന്മാർ തീരുമാനിക്കുമ്പോൾ ഇപ്പൊ യൂട്യൂബ് ഒന്നും ബ്ലോക്ക് ചെയ്യാനുള്ള ശേഷിയൊന്നും CPM ഇല്ലല്ലോ. അത് പിന്നെ BJP-ക്കാരൊക്കെ വിചാരിച്ചാൽ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ സ്ത്രീകളെല്ലാം കാണി, അങ്ങനെയാണ് സത്യത്തിൽ ആ അക്രമ രാഷ്ട്രീയമാണ് സത്യത്തിൽ കഴിഞ്ഞ തവണ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി മാറിയത് ഇലക്ഷൻ. ആ ഒരു തരംഗത്തിലാണ് ഉണ്ണിത്താൻ ചേട്ടൻ ജയിച്ചത്. അല്ലാതെ അവിടെ നിങ്ങൾ മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ പ്രധാനമായും കാസർഗോട്ടെ 2 മണ്ഡലങ്ങളിലാണ്, അതായത് കാസർഗോഡും മഞ്ചേശ്വരം UDFന് ഒരു മേൽക്കൈയുള്ളത്. ഇവിടെ തന്നെയാണ് BJP-ന്റെ വോട്ടും വരാൻ പോകുന്നത്. ബാക്കി നിങ്ങൾ മണ്ഡലങ്ങൾ എടുത്തു നോക്കി കഴിയുമ്പോൾ കണ്ണൂര്, കല്യാശ്ശേരി, പയ്യന്നൂർ ഈ 2 മണ്ഡലങ്ങൾ അതിശക്തമായിട്ട് CPM-ന് 20,000 വോട്ടൊക്കെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമാണ്. 20,000 അല്ലെങ്കിൽ 40,000 അങ്ങനെയൊക്കെ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലങ്ങളാണ്. പിന്നെ മറ്റ് കാസർഗോഡ് ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളും CPM-ന്റെ ശക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ്. അപ്പം നമ്മൾ അരിത്തമാറ്റിക്കലി നോക്കുമ്പോൾ CPM-ന്റെ ഒരു ഉറച്ച കോട്ടയാണത്. അപ്പൊ അവിടെ വളരെ അപൂർവമായിട്ടാണ് CPM സ്ഥാനാർത്ഥികൾ തോറ്റത്. അങ്ങനെ അപൂർവമായി തോൽക്കുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ തവണ നോക്കുമ്പോൾ ഇത്തരം കാരണങ്ങൾ ഒന്നും തന്നെ അവിടെ ഇല്ല. ഇരട്ട കൊലപാതകത്തിന്റെ ഇഷ്യൂ ഇപ്പൊ ഉണ്ടോന്ന് വെച്ചാൽ അതിപ്പോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു തവണ പാർട്ടിക്കാരാണ്, പാർട്ടിക്ക് തെറ്റേറ്റി ഒരു തവണ ചൂണ്ടിക്കണി അവർ തിരുത്താൻ ആവശ്യപ്പെട്ടു. തിരുത്തിയൊന്നും നമുക്കറിയില്ല. ഏതായാലും കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം ഇപ്പൊ നിന്നിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ CPM-ന്റെ ഭാഗത്ത് ഉണ്ടായതായി നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഇനി അതിന്റെ പുറത്ത് CPM-നെ ശിക്ഷിക്കാൻ CPM-ന്റെ അണികൾ തയ്യാറാവോ എന്ന കാര്യത്തിൽ സംശയമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു അബദ്ധം പറ്റിയ സമയത്താണ് മുമ്പ് കുറ്റിപ്പുറത്ത് തോൽപ്പിച്ചത്. പക്ഷെ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ അബദ്ധം പറ്റി നമ്മൾ കേട്ടിട്ടില്ല. വേങ്ങരയിൽ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് മലപ്പുറത്തേക്ക് ജയിച്ചു വരുന്നതാണ്. അപ്പൊ ഒരു കുറ്റത്തിന് ഒന്ന് കൂടുതൽ തവണ ജനം പ്രതികാരം ചെയ്യാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉണ്ണിത്താൻ ചേട്ടൻ അവിടെ ഒരു ഗുണകരമായ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കാലത്തിനിടയ്ക്ക് കാര്യമായ ഒരു വികസനം നടക്കാത്ത ഒരു പ്രദേശമാണ്. അകപ്പാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നു, അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമാണ്. എയിംസ് വരും എന്ന് പറയുന്നു, വന്നില്ല എന്ന് പറയുന്നു. ഇടയ്ക്കൊരു മെഡിക്കൽ കോളേജ് തുടങ്ങിയെന്നോ പറയുന്നത് കേട്ടു. അതല്ലാതെ അതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഒരു വികസനം ഒന്നും നടന്നിട്ട് എയിംസ് വന്നിട്ടില്ലല്ലോ. അപ്പം അവിടെ ഉണ്ണിത്താൻ ചേട്ടൻ മറ്റ് MP-മാരെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ അതൊരു പ്രസൻസ് അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കതിരൂർ ഭാഗത്തെ ഒരു അവിടെയൊക്കെ ഉണ്ടായിരുന്ന റെയിൽവേ ഓവർബ്രിഡ്ജുകളെ പണി പെട്ടെന്ന് തീർക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. ഒന്നിന്റെ പണി തീർന്നു തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ പരശുരാമ എക്സ്പ്രസിന് കൂടുതൽ സ്റ്റോപ്പുകൾ കാസർഗോഡ് ജില്ലയിൽ അനുവദിപ്പിച്ചു. പിന്നെ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രശ്നത്തിൽ കഴിയാവുന്ന രീതിയല്ല അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അദ്ദേഹം റൈസ് ചെയ്ത വിഷയം അത് തന്നെയാണ്. അപ്പം പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ണിത്താൻ ചേട്ടൻ എത്തുന്നുണ്ടായിരുന്നു. അപ്പൊ CPM-നെ സംബന്ധിച്ച് സ്വന്തം മണ്ഡലമായതുകൊണ്ട് എങ്ങനെ ഒരു പരിധി കൂടുതലൊന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ സിസ്റ്റത്തിന്റെ ഭാഗമായി ജയിച്ചു. ഉണ്ണിത്താൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. മനസ്സിന്റെ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ പോലെ കിട്ടിയ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ എല്ലാ നിയമസഭാ സെഗ്മെന്റിൽ അദ്ദേഹം MP എന്ന രീതി വളരെ സജീവമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രീതിയിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ജനങ്ങളായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അത് വോട്ടായി മാറ്റാൻ പറ്റിയാൽ മാത്രമേ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുള്ളൂ. ബാക്കി സാഹചര്യങ്ങളെല്ലാം LDFന് അനുകൂലമാണ്. അപ്പം ഈ പറഞ്ഞ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വലിയൊരു പരിധിയിൽ വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് LDFനാണ് അവിടെ മേൽക്കൈ. ഇനി ഇമോഷണൽ ആയിട്ടുള്ള ഈ അറ്റാച്ച്മെന്റ് അദ്ദേഹത്തിന് വോട്ടാക്കി മാറ്റാൻ പറ്റിയാൽ ഒരുപക്ഷെ അദ്ദേഹം ജയിക്കും. പക്ഷെ അതിന് എനിക്കറിയില്ല. നമ്മൾ ഒരു പരിധി കൂടുതൽ പ്രത്യേകിച്ച് മലബാറിൽ പൊളിറ്റിക്കൽ വോട്ടാണ് കൂടുതൽ. അപ്പൊ സ്വന്തം മകൻ തന്നെ എൻ്റെ ഉമ്മ ഒരിക്കൽ എന്നോട് വന്നിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്കെതിരെ നീയാണ് മത്സരിക്കുന്നതെങ്കിൽ ഞാൻ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നു. മലബാറിൽ അങ്ങനെ സ്വഭാവമുള്ള സ്ഥലമാണ്. ഒരു പരിധി കൂടുതൽ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ആ രീതി ഒരു പാഠം പാർട്ടിയെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കണം. ഇപ്പൊ അങ്ങനെ പ്രത്യേക കാരണമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ തവണ ഇവിടെ സ്ഥാനാർത്ഥി സതീഷ് എന്ന നല്ല മനുഷ്യനായിരുന്നു, നല്ല പാർട്ടി സഖാവായിരുന്നു. ഇത്തവണ ജില്ലാ സെക്രട്ടറി ആണ് മത്സരിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല സഖാവാണ്, ജനകീയനാണ്. അപ്പോൾ ഇത്തവണ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ LDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഉണ്ണിത്താൻ ചേട്ടന്റെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. സുരേഷ് ഗോപിനെ പറഞ്ഞ പോലെ ബാക്കി അദ്ദേഹത്തെ പറ്റി വന്ന ആരോപണങ്ങളെല്ലാം തന്നെ ശത്രുക്കൾ പലപ്പോഴും അദ്ദേഹം ഓവർ റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ മോള് കെട്ടിപ്പൊക്കെയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഉണ്ണിത്താൻ ചേട്ടന്റെ മനസ്സിന്റെ നന്മയോണ്ട് അദ്ദേഹം നന്മ കൊണ്ടായിരിക്കും, അതിന്റെ പുറത്തുള്ള ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കും അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ജയിക്കുന്നത്. അതല്ലാതെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ LDFന് അനുകൂലമാണ്.